ഇന്നത്തെ ക്ലാസ്സിലൂടെ എനിക്ക് ഈശോ പ്രചോദിപ്പിച്ചത് ഈ ഡെഡ് സീയും ഗലീലി തടാകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതെന്നെ എന്നോട് ഈശോ പറയുന്ന പോലെ തോന്നി. എനിക്കും പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, എനിക്കുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ ഞാൻ വളരെ പുറകോട്ടാണ്. അപ്പം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, മറ്റുള്ളവർ കഴിവുള്ളവരൊക്കെ നന്നായി പറഞ്ഞോട്ടെ, ചെയ്തോട്ടെ എന്നൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ എനിക്ക് പ്രചോദനം ലഭിച്ചു. നമ്മുടെ ഉള്ള കഴിവുകൾ കൊടുക്കുമ്പോഴാണ് അത് വർദ്ധിക്കാനായിട്ട് സാധിക്കുക എന്നുള്ള പ്രചോദനം എനിക്ക് ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ജ്ഞാനത്തെക്കുറിച്ച് ഒത്തിരി ഉൾക്കാഴ്ചകളും ഉൾപ്രേരണകളും എനിക്ക് ലഭിച്ചു. ജ്ഞാനത്തോട് പ്രത്യേക സ്നേഹവും ജ്ഞാനത്തിന് വേണ്ടി പ്രത്യേകം ദാഹിച്ച് പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കൊല്ലങ്ങളായിട്ട് ഞാൻ ഈ ജ്ഞാനം 9 അധ്യായം ഞാൻ എന്നും വായിക്കുമായിരുന്നു. കുറച്ച് കൊല്ലങ്ങളായിട്ട് ഞാൻ ധ്യാന സമയത്താണ് ഞാനത് വായിക്കാറ്. അപ്പോൾ അതിന് ഞാൻ ഈശോയോട് നന്ദി പറഞ്ഞു, ആ ഉൾപ്രേരണ കുറച്ച് കൊല്ലങ്ങളായിട്ട് എനിക്ക് ലഭിച്ചതിനും. അപ്പോൾ കൂടുതൽ ജ്ഞാനത്തിനായിട്ട് പ്രാർത്ഥിക്കാനുള്ള ഉൾപ്രേരണ എനിക്ക് ലഭിച്ചു. പിന്നെ ബ്രദർ പറഞ്ഞ വീട്ടുകാരെ കുറിച്ച് അമിതമായി ആകുലപ്പെടുമ്പോൾ അത് നമ്മുടെ അഭിഷേകത്തെയാണ്, നമ്മുടെ സന്യാസ ജീവിതത്തിൻ്റെ അഭിഷേകത്തെ അത് ബാധിക്കുമെന്നുള്ള ഒരു ബോധ്യത്തെ ആഴപ്പെടുത്താനായിട്ട് സാധിച്ചു. അപ്പം ഞാൻ പലപ്പോഴും എന്നെ തന്നെ ന്യായീകരിക്കാറുണ്ട്. എത്രയൊക്കെ പറഞ്ഞാലും അവർ നമ്മുടെ ബ്ലഡ് റിലേഷൻ അല്ലേ എന്നൊക്കെ ന്യായീകരിക്കാറുണ്ട് ഞാൻ. പക്ഷേ അത് നമ്മുടെ അഭിഷേകത്തെ തീർച്ചയായും അത് കുറയ്ക്കുകയാണ്, കൂട്ടല്ല എന്നുള്ള ബോധ്യത്തിലേക്ക് കടന്നു വരാൻ സാധിച്ചു. താങ്ക് യു. കൊച്ചു ത്രേസ്യയെ പോലെ ആത്മാക്കളെ നേടാനുള്ള തീഷ്ണത എനിക്ക് കിട്ടി. അതായത് എത്ര കഠിന പാപിയാണെങ്കിലും നമ്മുടെ പ്രാർത്ഥനകൾക്ക്, മധ്യസ്ഥ പ്രാർത്ഥനകൾക്ക് ഒത്തിരി വിലയുണ്ടെന്നും അതിലൂടെ കർത്താവ് നമ്മൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോലും ഒത്തിരി ദൂരെയുള്ള മക്കൾക്ക് പോലും ആ പ്രാർത്ഥനയുടെ ശക്തി കിട്ടുമെന്നും ആ മധ്യസ്ഥ പ്രാർത്ഥനകൾക്കുള്ള ഉൾപ്രേരണയും ലഭിച്ചു. കൊച്ചു ത്രേസ്യ